നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി ആശാനാഥ് ചുമതലയേറ്റു. 50 വോട്ടുകൾ നേടിയാണ് ആശാനാഥ് ഡെപ്യൂട്ടി മേയർ പദവിയിലെത്തിയത്. നേരത്തെ വി രാജേഷ് തിരുവനന്തപുരം മേയറായി ചുമതലയേറ്റിരുന്നു. ഇതിനിടെ മേയർ തെരഞ്ഞെടുപ്പിൽ ചട്ടലംഘനം നടന്നുവെന്ന് ആരോപിച്ച് CPM കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. വോട്ടെടുപ്പ് അസാധുവാക്കണമെന്നതാണ് CPMന്റെ പ്രധാന ആവശ്യം. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന്റെ രാഗി രവികുമാറിന് 28 വോട്ടുകളും UDFന്റെ മേരി പുഷ്പത്തിന് 19 വോട്ടുകളുമാണ് ലഭിച്ചത്. ഒരു വോട്ട് അസാധുവായി രേഖപ്പെടുത്തി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും ഒരുപോലെ വികസനം കൊണ്ടുവരുമെന്നും വികസിത അനന്തപുരിക്കായി ഒരുമിച്ച് മുന്നേറാമെന്നും ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ചുമതലയേറ്റ ശേഷം പ്രതികരിച്ചു. രാവിലെ നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ 51 വോട്ടുകൾ നേടിയാണ് വി രാജേഷ് വിജയിച്ചത്. 50 BJP അംഗങ്ങളുടെയും ഒരു സ്വതന്ത്രന്റെയും വോട്ടുകൾ രാജേഷിന് ലഭിച്ചു. UDFന്റെ KS ശബരിനാഥിന് 17 വോട്ടുകളും LDFന്റെ RP ശിവജിക്ക് 29 വോട്ടുകളുമാണ് ലഭിച്ചത്. കോൺഗ്രസിന്റെ 2 വോട്ടുകൾ ഒപ്പിട്ടതിലെ പിഴവ് മൂലം അസാധുവായി. ആകെ 97 സാധുവായ വോട്ടുകളാണ് പോൾ ചെയ്തത്. MR ഗോപനാണ് വി രാജേഷിന്റെ പേര് നിർദ്ദേശിച്ചത്. വി ഗിരികുമാർ ഇത് പിന്താങ്ങി. തിരുവനന്തപുരം തിലകമണിഞ്ഞു എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതികരിച്ചു. സത്യപ്രതിജ്ഞ ചെയ്ത 20 അംഗങ്ങൾ ചട്ടം ലംഘിച്ചുവെന്നാണ് CPMന്റെ പ്രധാന പരാതി. BJP UDF അംഗങ്ങളായ ഈ 20 പേർ ചട്ടം ലംഘിച്ചതിനാൽ വോട്ടെടുപ്പ് നിയമവിരുദ്ധമാണെന്ന് CPM ആരോപിക്കുന്നു. ബലിദാനിയുടെ പേരിൽ ഉൾപ്പെടെയുള്ള പ്രതിജ്ഞ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് CPM നേതാവ് SP ദീപക് പറഞ്ഞു. ചട്ടപ്രകാരം പ്രതിജ്ഞയെടുത്തവരുടെ വോട്ട് മാത്രം സാധുവായി കണക്കാക്കി ചട്ടം ലംഘിച്ചവരെ മാറ്റി നിർത്തി വോട്ടെടുപ്പ് നടത്തണമെന്നും CPM ആവശ്യപ്പെടുന്നു. BJPയുടെ ചട്ടലംഘനത്തിനെതിരെ നേരത്തെയും CPM പ്രതിഷേധിക്കുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു. കരിമം വാർഡിൽ നിന്ന് ഹാട്രിക് വിജയം നേടിയ GS ആശാനാഥിനെയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് BJP തെരഞ്ഞെടുത്തത്. പാർട്ടിയുടെ ഈ തീരുമാനം തീർത്തും അപ്രതീക്ഷിതമാണെന്നും വലിയൊരു ഉത്തരവാദിത്തമാണ് തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നും ആശാനാഥ് പ്രതികരിച്ചു. കോർപ്പറേഷൻ കൗൺസിലർമാരുടെ യോഗത്തിൽ വെച്ചാണ് തന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ട വിവരം അറിഞ്ഞതെന്നും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള അവസരമാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയയായ ആശാനാഥ് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് ഭരണപക്ഷത്തിനെതിരെ BJP നടത്തിയ പോരാട്ടങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്നു. അമ്മാവിന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് പാപ്പനംകോട് വാർഡിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്ന ഒരു ബിരുദധാരി പെൺകുട്ടി 8 വർഷങ്ങൾക്കിപ്പുറം തിരുവനന്തപുരം നഗരസഭയുടെ ഉപാധ്യക്ഷ പദവിയിലേക്ക് ഉയർന്നു എന്നത് തിളക്കമാർന്ന ഒരു രാഷ്ട്രീയ വിജയഗാഥയാണ്. 2015 വിജയിച്ച BJP നേതാവ് കരിമം ചന്ദ്രൻ ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്ന് 2017 നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആശാനാഥ് കൗൺസിലറായി അരങ്ങേറ്റം കുറിക്കുന്നത്. അന്ന് തുടങ്ങിയ ജനപിന്തുണ 2020 ഇത്തവണ കരിമം വാർഡ് നിലവിൽ വന്നപ്പോഴും ഒട്ടും ചോരാതെ നിലനിർത്താൻ ആശയ്ക്ക് സാധിച്ചു. 3ാം വട്ടവും കൗൺസിലിലേക്ക് എത്തിയതോടെ ഡെപ്യൂട്ടി മേയർ കസേരയും ഈ യുവ നേതാവിനെ തേടിയെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോർപ്പറേഷൻ ഭരണത്തിനെതിരെ BJP നടത്തിയ എല്ലാ സമരങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ആശാനാഥ്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആരാധക വൃന്ദമുള്ള ഇവർ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് മണ്ഡലത്തിൽ മത്സരിച്ച് 30,000-ലധികം വോട്ടുകൾ നേടി തന്റെ രാഷ്ട്രീയ സ്വാധീനം തെളിയിച്ചിട്ടുണ്ട്. ശ്രീലേഖയെ പോലെയുള്ള പ്രമുഖരുടെ പേരുകൾ ചർച്ചകളിൽ ഉയർന്നു വന്നുവെങ്കിലും രാഷ്ട്രീയ അനുഭവ പരിചയവും ജനകീയതയും പരിഗണിച്ച് പാർട്ടി ഒടുവിൽ ആശയെ ഈ സുപ്രധാന പദവിയിലേക്ക് നിശ്ചയിക്കുകയായിരുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം തീർത്തും അപ്രതീക്ഷിതമാണെന്നായിരുന്നു ആശാനാഥിന്റെ ആദ്യ പ്രതികരണം. കൗൺസിലർമാരുടെ യോഗത്തിൽ വെച്ചാണ് താൻ ഈ വിവരം അറിഞ്ഞതെന്നും പാർട്ടി ഏൽപ്പിച്ച ഈ ഭാരിച്ച ഉത്തരവാദിത്തം ജനങ്ങൾക്കിടയിൽ ഒരാളായി നിന്ന് വികസന പ്രവർത്തനങ്ങളിലൂടെ നിറവേറ്റുമെന്നും അവർ പറഞ്ഞു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നുള്ള വി രാജേഷ് മേയറായും നിയമമണ്ഡലത്തിൽ നിന്നുള്ള ആശാനാഥ് ഡെപ്യൂട്ടി മേയറായും എത്തുന്നതോടെ തലസ്ഥാന നഗരത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് BJP തുടക്കമിടുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ഭാഗമായ വാർഡിൽ നിന്നുള്ള വി രാജേഷിനെ മേയറാക്കുന്നതിലൂടെയും നിയമം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡിൽ നിന്നുള്ള ആശാനാഥിനെ ഡെപ്യൂട്ടി മേയറാക്കുന്നതിലൂടെയും ഈ 2 A ക്ലാസ് മണ്ഡലങ്ങളിലും സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്.